ഇന്ന് രാവിലെ അടുക്കളയിൽ കയറിയപ്പോൾ തൊട്ടിങ്ങനെ വെറുതെ നിൽക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടാമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പിടിയും കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ലെമൺ റൈസ് കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്ന് റൈസ് കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ എന്തുണ്ടാക്കും? എന്തെങ്കിലും ടിഫിനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അതേ ടിഫിൻ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും പറ്റണം. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഒരുപാട് സമയം പോയിട്ടോ. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി, വെപ്രാളായി. ഒരുവിധ ദിവസങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന കാരണം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ തലേദിവസം വെക്കുമല്ലോ, ഇതുണ്ടാക്കണം അതുണ്ടാക്കണം എന്ന്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഭൂരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. കുറച്ച് ഭൂരി ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് മാവെടുത്തിട്ട് ഭൂരി ഉണ്ടാക്കി. അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണമല്ലോ. ഈ കൊണ്ടുപോയ സാധനമൊക്കെ തിരിച്ച് ഇതേപോലെ കൊണ്ടുവരും. എന്നാൽ പോലും നമ്മൾ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മഷ്റൂം ഇന്നലെ പറഞ്ഞ പോലെ കുറച്ചധികം ഇരിക്കണ്ടേ. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് ഒരു കറി ഉണ്ടാക്കിട്ടോ. എന്ത് കറിയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് നേരത്തെ കുളിച്ചിട്ടോ. ഞാൻ നാട്ടിൽ പോയ സമയത്ത് കുറച്ച് പേര് പറഞ്ഞായിരുന്നു കേട്ടോ, എന്താ മുടിയൊക്കെ പോയല്ലോ എന്നും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാനും വിചാരിച്ചു കുറച്ച് ഹെയർ കെയറൊക്കെ അങ്ങോട്ട് തുടങ്ങാമെന്ന്. പിന്നെ നമ്മൾ പോയിട്ട് ചുണ്ടുവിനെ പോയി സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. ഇന്നാണ് കേട്ടോ അവൾ ലഡുവിനെ പിന്നെ കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് നേരമൊക്കെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. ക്യൂട്ടായിരുന്നു പറഞ്ഞാൽ. ചുണ്ടുവിന് സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വന്ന് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മളൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും പട്ടുവിന് എടുക്കുന്ന ടൈം ആവട്ടോ. എക്സാമൊന്നും വലിയ കുഴപ്പമില്ലാതെ എഴുതിയെന്നാണ് പറയണത്. ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാമല്ലോ. നല്ല വിശന്നിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല വിശക്കും. ഉച്ചയ്ക്ക് ടിഫിനൊക്കെ കൊടുത്തു വിട്ടാൽ നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ട്. റൈസൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി നേരത്തെ എന്നെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തി. കാരണം നാളത്തെ എക്സാം മാത്സ് ആണ് കേട്ടോ. എനിക്ക് എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ലാംഗ്വേജ് ആണ് കേട്ടോ ടെൻഷൻ ഉണ്ടാവാറ്. ഹിന്ദിയും അതുപോലെ തമിഴുമാണ്. എനിക്ക് ഈ രണ്ട് ലാംഗ്വേജ് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ മാർക്ക് വരുമ്പോൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവാറ്. പക്ഷേ എപ്പോൾ റിസൾട്ട് വരുമ്പോഴും ഹിന്ദിയും അതുപോലെ തമിഴും ബാക്കി സബ്ജക്റ്റിലൊക്കെ അവൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. മാത്സിലാണ് എപ്പോഴും മാർക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കാര്യമായിട്ട് അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ചോദിച്ചാൽ എല്ലാത്തിൻ്റെ ആൻസർ മണി പോലെ പറയും. പക്ഷേ ആൻസർ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല കേട്ടോ. മുഴുവനും ഈ കെയർലെസ് ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളും പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ പോകുന്ന ഒരു എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ അവൾക്ക്. പക്ഷേ ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ടെൻഷനാവും, അതുപോലെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അത്രയും ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവർ സെറ്റ് ചെയ്യണത്. എന്തിനാണ് ഇത്രയും എന്താ പറയുക ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ ടീച്ചേഴ്സ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിപ്പോൾ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഭയങ്കര ടഫായിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക, ഇത്രയും ചെറിയ കുട്ടികൾക്ക്. എന്നാൽ പോലും ഈ പിള്ളേരൊക്കെ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര മാറ്റാണ് കേട്ടോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല. അങ്ങനെ കുറച്ച് നേരം പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, എനിക്ക് ചിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കും കുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുന്ന് കഴിച്ചു. ഞാനും അതിൻ്റെ ഇടയിൽ ഒരു പീസ് കഴിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി. നമ്മൾ വരുമ്പോൾ ഇട്ട ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയാലാണ് എന്തോ ഒരു ചേഞ്ചുള്ള പോലെയാണ് കേട്ടോ. ബെഡ്ഷീറ്റും പില്ലക്കോറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ. Bye guys.